കാരണം രാജാവ് വാർഡ് മെമ്പർ തൊട്ട് പാർലമെന്റിലെ മുഖ്യ സേവകൻ വരെ മാതൃകയായിരിക്കണം, ജിതേന്ദ്രിയനായിരിക്കണം, ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണം, അദ്ദേഹം സാധു ആയിരിക്കണം. ആരായിരിക്കണം? മലയാളിയുടെ സാധു അല്ല കേട്ടോ, അതൊരു സാധു. മലയാളിയുടെ സാധു അല്ല, സംസ്കൃതത്തിൽ സാധു ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനെ പറയുന്ന പേരാണ് സാധു. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ. അയ്യോ, രാമൻ ഒരു സാധു എന്നല്ല, രാമൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവനാ. നീയാണെങ്കിൽ അത് ചെയ്തിട്ടില്ല രാവണ എന്ന് പറഞ്ഞ് മാരീചൻ ഉപദേശിക്കുന്നതാ. എടാ, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ പറ്റാത്തവൻ ഒരിക്കലും അധികാരത്തിന്റെ കസേരയിൽ ഇരിക്കരുത്. അവൻ ലോകത്തെ നശിപ്പിക്കും. സമൂഹം ഇതാണ് പിന്നെ അനുകരിക്കുക. വാൽമീകിയുടെ പ്രശ്നം അനുകരിക്കാൻ പറ്റിയ വ്യക്തിയെ കാണാനില്ല. നല്ല ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ സമൂഹത്തിന് മൊത്തത്തിൽ വേണ്ട ചില വാല്യൂസ് അന്നത്തെ സമൂഹത്തിൽ നശിച്ചുപോയി. ആ മൂല്യങ്ങൾ, ഈ മൂല്യങ്ങൾ വീണ്ടും കൊണ്ടുവരിക എന്നുള്ള ഒരു റീകൺസ്ട്രക്ഷൻ ആണ് ഈ കവിയുടെ മനസ്സിൽ വന്ന വേദന. അതുകൊണ്ടാണ് അദ്ദേഹം നാരദനെ കണ്ട മാത്രയിൽ ചോദ്യം ഉന്നയിച്ചത്. സമൂഹത്തിൽ ഇല്ലാതായ മൂല്യങ്ങൾ ഇന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മളൊരു പേപ്പറും പേനയും എടുത്ത് നമ്മൾ എഴുതിയെന്നിരിക്കട്ടെ, ഇന്ന് എന്തൊക്കെ മൂല്യങ്ങൾ ഇല്ല, നമുക്ക് ധാരാളം ഉണ്ട് എഴുതാൻ. അന്നത്തെ കവിയുടെ മനസ്സും ഇങ്ങനെ തന്നെയാണ്. തലമുറകളുടെ പരക്കം പാച്ചലും ആ മതിച്ചുള്ള പോക്കും ലക്കും ലഗാനും കെട്ടുള്ള പോക്കൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, വിഷമമാണ്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് നമ്മുടെ വിഷമം. എൻ്റെ തൃശ്ശൂർ ജില്ലയിൽ ഒരു 10ാം ക്ലാസ് ഒരു ഡിസംബർ മാസത്തോടു കൂടി പോർഷൻ എല്ലാം തീരും. പിന്നെ സ്റ്റഡി ലീവാണ്. സ്റ്റഡി ലീവ് കുറച്ചും കൂടി ഉയർന്ന് കമ്പൈൻഡ് സ്റ്റഡിയായി. അപ്പോൾ കുട്ടികളെല്ലാവരും പരസ്പരം ഓരോ വീടുകളിൽ പോയി പഠിക്കാൻ തുടങ്ങി. പണ്ട് ഈ രോഗം നമുക്ക് ഉണ്ടായില്ല. ഇന്ന് അച്ഛനും അമ്മയും ഇല്ലെങ്കിലും കൗമാരക്കാർ ഒരുമിച്ച് ചേർന്ന് പഠിക്കും. നമുക്ക് എല്ലാവരും വിശ്വാസമാണ്. എന്തുവാവട്ടെ, അങ്ങനെ ആ കുഞ്ഞുങ്ങളും കമ്പൈൻഡ് സ്റ്റഡി നടന്നു. മക്കൾ എവിടെ പോകുന്നു എന്ന് പണ്ടുള്ളവർ അന്വേഷിച്ചിരുന്നു. ഇന്ന് അന്വേഷിക്കാനുള്ള നമുക്ക് കുട്ടികളിൽ ഒരു സ്വാധീനമില്ല. മിണ്ടിക്കഴിഞ്ഞ പ്രശ്നമാണ്, എന്തെങ്കിലും നടക്കട്ടെ എന്ന് നമ്മളും വിചാരിക്കും. ഏതായാലും ആ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ തൻ്റെ ആ അവസാനത്തെ പരീക്ഷ SSLC പരീക്ഷയുടെ 3ാമത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കെ ക്ലാസ് മുറിയിൽ തന്നെ തല കറങ്ങി വീണു. ഉടനെ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ പരിശോധിച്ചു. അപ്പോൾ പറഞ്ഞു ആ പെൺകുട്ടി ഗർഭവതിയാണ്, പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു. പോലീസ് വന്നു, കുട്ടിയെ ചോദ്യം ചെയ്തു, കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കി. ആരാണ് എന്ന് ചോദിച്ചു. ഉടനെ ആ പെൺകുട്ടി 7 ആൺകുട്ടികളുടെ പേര് പറഞ്ഞു. 10ാം ക്ലാസ്സുകാരി, 15 തികഞ്ഞിട്ടില്ല പാവത്തിന്. 7 ആൺകുട്ടികളുടെ പേര് പറഞ്ഞു. ഇന്നത്തെ സമൂഹത്തിൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതിരിക്കുകയും അവരുടെ ഉള്ളിൽ സച്ചിന്തകൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന അച്ഛനമ്മമാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളൊന്ന് എഴുതൂ എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പറ്റി ചിന്തിക്കുന്ന, സമാജത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഉള്ളിലും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ? നമ്മൾ എഴുതില്ലേ ഒന്നിലധികം പ്രശ്നങ്ങൾ? ഇത് തന്നെയായിരുന്നു വാൽമീകിയും എഴുതിയത്. ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും ദൃഢവ്രതനും സമർത്ഥനും വിദ്വാനും പ്രിയദർശനനും ജിതക്രോധനും ദേവന്മാരെ പോലും യുദ്ധത്തിൽ ഭയപ്പെടുത്തുന്നവനുമായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ലോകത്തുണ്ടോ? എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ അതിന്. അന്നത്തെ കാലത്ത് ആ വാല്യൂസ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ആ ചോദിച്ച ചോദ്യത്തിൽ ജിതേന്ദ്രിയനുണ്ട്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ഒരാളുണ്ടോ? കാരണം അന്ന് ഒരു ഭരണാധികാരി ഇന്ദ്രിയ നിഗ്രഹം ചെയ്തയാളല്ല. പാവം പിടിച്ച് ഏതെങ്കിലും ഒരു കാടിന്റെ മൂലയിലിരുന്ന് തപസ് ചെയ്യുന്ന ഋഷി ഇന്ദ്രിയ നിഗ്രഹം ചെയ്തയാളാണ്. പക്ഷെ ആ ഋഷിയെ ആരാണ് പിൻപറ്റി ജീവിക്കുക? ആരാണോ രാജാവ്, അതും ആ കാലത്ത് രാജാവാണ് സർവത്തിനെയും വിളനിലം. മഹാവിഷ്ണുവാണ് രാജാവ്.
മഹാവിഷ്ണുവാണ് രാജാവായി തീരുക, ഇതാണ് വിശ്വാസം. അതുകൊണ്ട് തനിക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ 1/6 വിഷ്ണുവിനുള്ളതാണ്. പണ്ട് തൊട്ട്, പണ്ട് ഈ ടാക്സ് ഒന്നും ഇല്ലെങ്കിലും പണ്ട് തനിക്കുള്ളതിന്റെ 1 വിഷ്ണുവിന് കൊടുക്കും. ഒരു ദേവകാര്യത്തിന്, സമാജകാര്യത്തിന്, സമൂഹ കാര്യത്തിന് കൊടുക്കും. ഇന്ന് ഗവൺമെന്റ് ടാക്സ് എന്ന് പറഞ്ഞ് അവിടെ ഇത് പിടിച്ചു വാങ്ങും. കാരണം ഇത് 1% കൊടുക്കണം. കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത്ര ശതമാനം ടാക്സ് കൊടുക്കണം. അതന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജാവായിരുന്നു അന്നത്തെ കാലത്തെ മുഖ്യത്വം. രാജാവ്, ഞാൻ ഇന്നത് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഭരിക്കുന്ന എല്ലാവരെയും കണ്ണുപൂട്ടി കുറ്റം പറയാം, അത് ആര് എന്നൊന്നുമില്ല. പക്ഷെ അന്ന് രാജാവ് അങ്ങനെ കുറ്റം പറയാൻ പോലും പറ്റാത്ത ഒരാളായിരിക്കണം. പ്യുവർ, പരിശുദ്ധനായിരിക്കണം. സർവ്വതിനും പരിശുദ്ധി ഉണ്ടാവണം. ഈ പരിശുദ്ധിയുള്ള ഒരു വ്യക്തി, അങ്ങനെയാണ് അന്നത്തെ കാലത്ത് സർവർക്കും പറ്റുന്ന സർവ അവയവങ്ങളിലും സംസ്കാരമുള്ള പുരുഷോത്തമനായ, ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത, എന്നാൽ എല്ലാവർക്കും അനുകരിക്കാൻ പറ്റണമെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന തരത്തിൽ ജീവിക്കുന്ന ആളായിരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മചാരിയാണെങ്കിൽ അനുകരിക്കാൻ പറ്റും എല്ലാവർക്കും? ഇല്ല. അപ്പൊ ഗൃഹസ്ഥനായിരിക്കണം. ഭാര്യ ഉണ്ടാവണം. ഭാര്യ ഉണ്ടെങ്കിൽ പത്നി സമേതരായി ജീവിക്കുന്നവർക്കും അനുകരിക്കാം. അത് കൊള്ളാം. മാത്രമല്ല അത്യാവശ്യം ഒരു സുഖലോലുപതയിലൊക്കെ ജീവിക്കുന്ന ഒരാളായിരിക്കണം. കടുത്ത ദാരിദ്ര്യമുള്ള ഒരാളെ കാണിച്ചിട്ട് ത്യാഗത്തെ പറ്റിയൊക്കെ പറയാൻ പറ്റൂ? അല്ല. അപ്പൊ എല്ലാം ഉണ്ടായിരിക്കണം. എന്നിട്ട് അദ്ദേഹം ഒന്നുമില്ലാത്ത പോലെ സർവ്വതും ത്യജിക്കണം. അപ്പൊ സമൂഹത്തിന് ഒരു പ്രേരണ. കാട്ടിലുള്ള ഏതെങ്കിലും മഹർഷിയാണെങ്കിലോ, മഹർഷിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ: തപസ്സിയൂ, തപസ്സിയൂ, കാട്ടിൽ പോകൂ, കാട്ടിൽ പോകൂ, മെലിയൂ, മെലിഞ്ഞു പോകട്ടെ, ഭസ്മം ധരിക്കൂ, ഇതൊക്കെ പറയാനുള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് എന്താ ഗുണമുള്ളത്? നമ്മൾ ഗൃഹസ്ഥരല്ലേ. അപ്പോ ഒരു സന്യാസിയുടെ ചരിത്രമൊന്നും എനിക്കറിയണ്ട. എനിക്കറിയേണ്ടത് ഇന്നത്തെ സമൂഹത്തിന് മൊത്തത്തിൽ അറിയാൻ പറ്റണം. അതുകൊണ്ട് തന്നെ അരണ്യത്തിലിരുന്ന് അരമനയിലെ രഹസ്യത്തെ പറ്റി ചോദിക്കുകയാണ്. അതാ ചോദിച്ചത്. അപ്പോ അരണ്യത്തിലാണ് ഈ ചരിതം നടക്കുന്നത്. പക്ഷെ അരമനകളുടെ ചരിതമാണ്. അതായത് ഭരണാധികാരികളുടെ വ്യക്തിത്വവും അത് സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച മുഴുവൻ. ഈ ചർച്ച പൂർണ്ണമായും കേട്ടു. കേട്ടതും മനസ്സിലാക്കൂ. മനസ്സുകൊണ്ടാണ് എല്ലാം കേട്ടത്. ബുദ്ധി കൊണ്ട് കേൾക്കുന്നത് ഭൗതികതയാണെങ്കിൽ മനസ്സുകൊണ്ട് കേൾക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റിയും നമ്മൾ ഇന്ന് പറയുന്ന ഈ മെറ്റീരിയൽ ലൈഫ് ഉണ്ടല്ലോ, തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഇന്ദ്രിയ ഹേതുവായി കേൾക്കുകയും അനുഭവിക്കുകയും രുചിക്കുകയും ചെയ്യുന്നതിന് പകരം മനസ്സുകൊണ്ട് സർവ്വതിനെയും സ്വീകരിച്ചാൽ അപ്പോൾ എല്ലാം ഫ്രഷ്, എല്ലാം പുതിയതാണ്. ഇന്നലെ കണ്ട ഭാര്യയല്ല ഇന്ന് കണ്ട ഭാര്യയല്ല നാളെ. ഓരോ ദിവസവും പുതുതായി കാണണത്രയേ ഉള്ളൂ. എന്ത് കഴിക്കുമ്പോഴും, എന്ത് പറയുമ്പോഴും, ആരോട് സംസാരിക്കുമ്പോഴും ഞാൻ ആദ്യമായി സംസാരിക്കുന്നു പുതുതായി. അതുകൊണ്ട് എല്ലാം ഫ്രഷ്. ആധ്യാത്മികതയുണ്ട് ഒരാൾക്ക്, സ്പിരിച്വാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഈ ലോകത്തിലെ സർവ്വതിലും സന്തോഷവാനാണ്. എങ്ങനെ സന്തോഷം? എല്ലാം പുതുതാണ്. അതുകൊണ്ട് തന്നെ വാൽമീകി തമസാ നദിയിലേക്ക് കുളിക്കാൻ പോയി തമസാ നദിയിൽ മുങ്ങിക്കുളിച്ചു പോകുന്ന ആള്. അന്ന് ചെന്നപ്പോ രാമചരിതം കേട്ട് ഉള്ളം മുഴുവൻ നിറഞ്ഞ സംതൃപ്തിയോടെ നോക്കിയപ്പോൾ അന്നതാ തമസാ നദിക്കും സൗന്ദര്യം, രമണീയം എന്നാണ് വാൽമീകി എഴുതിയത്. ഇതിനു മുൻപ് എന്ത് രമണീയം ഉണ്ടാവാഞ്ഞത്? ഇന്ന് മനസ്സങ്ങ് തുറന്നു. അതോടുകൂടി സന്തോഷം വന്നു, അറിവ് പ്രവഹിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ ഉള്ളിൽ കാവ്യം, ആ സരസ്വതി അണ പൊട്ടി ഒഴുകുകയാണ്. അങ്ങനെ കാവ്യം മുഴുവൻ ചമച്ചതിന് ശേഷം രാമചരിതം നാരദനിൽ നിന്ന് കേട്ടതെല്ലാം എഴുതി. പിന്നീട് തന്റെ തപസ്സിൽ നിന്ന് തനിക്ക് ആ ശ്രീരാമഭദ്രന്റെ ഭാവി കൂടി അദ്ദേഹത്തിന് തപസ്സിൽ നിന്ന് വെളിപ്പെട്ടു വന്നു. അതാണ് രാമന്റെ ഭാവി അഥവാ ഉത്തരകാണ്ഡം. 7 കാണ്ഡത്തിൽ 6 കാണ്ഡം നാരദനിൽ നിന്ന് കേട്ടു മനസ്സിലാക്കി. കവിയുടെ കാവ്യവും ചമൽക്കാര വർണ്ണനകളും ഒക്കെ ചേർത്തു. പ്രകൃതി, ഋതുക്കൾ, മഴ എല്ലാം അത് കവിയുടെ
അതൊന്നും ചിലപ്പോൾ നാരദൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നാരദൻ പറയാത്ത ഒന്നാണ് ഉത്തരകാണ്ഡം എന്നുള്ളത്. ആ ഉത്തരകാണ്ഡത്തിൽ പരിപൂർണമായിട്ടും രാമന്റെ ഭാവി ജീവിതം, രാമൻ ജീവിച്ചിരിക്കെ സീതാപരിത്യാഗം നടന്നിട്ട് പോലും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെയൊക്കെ രാമന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് തപസ്സിൽ നിന്ന് ഒരു ഇൻറ്റ്യൂഷൻ അത് വരും. അങ്ങനെയുള്ളവർ കൈ ഉയർത്തി ശപിച്ചാൽ നടക്കും. സമൂഹത്തിൽ സർവചരാചരങ്ങളെയും സ്വാധീനിക്കാൻ പറ്റുന്നവരാണ് അവർ. അവർ ഒരു കല്ലിനോട് സംസാരിച്ചാൽ കല്ല്, ഒരു പൂമ്പാറ്റ, അണ്ണാറക്കണ്ണൻ, ഉറുമ്പ്, നായ്ക്കൾ, സർവ ജീവജാലങ്ങളോട് അവർ സംസാരിക്കും. എന്റെ പ്രാണനും അവയുടെ പ്രാണനും ഒന്നായി അവർ സർവ്വതിനോടും അവർക്കൊരു സമരസതയുണ്ട്. എല്ലാം ഒന്നാണ്. അതുകൊണ്ട് ഒരു പശുവിനെ അടിച്ചാൽ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പുറത്ത് നിന്ന് ചോര ഒലിക്കും. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ഒരു പശുവിനെ ഒരാൾ അടിക്കുമ്പോൾ പരമഹംസർ വേദന കൊണ്ട് പുളയാണ്. അപ്പൊ അടുത്തുനിന്ന് ശിഷ്യൻ ചോദിച്ചു, അത് അവിടെയല്ലേ അടിച്ചേ, അങ്ങേക്കിപ്പോ എന്താ? അടി മുഴുവൻ കൊള്ളുന്നത് എന്റെ മേലാണ്. നോക്കിയപ്പോ പുറത്ത് അടിയുടെ ആ അടയാളവും ചോര ഇങ്ങനെ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നു. നോക്കൂ, ഇതുപോലത്തെ ഈ ഋഷിയുടെ മനസ്സിൽ രാമന്റെ ഭാവിയാണ് ഉത്തരകാണ്ഡം. പൂർണ്ണമായും എഴുതി. അപ്പോഴേക്കും സീതാപരിത്യാഗത്തിന്റെ സമയമായി. സീത വന്നു. അപ്പൊ തന്നെ പറയുന്നുണ്ട് ഉത്തരകാണ്ഡത്തിൽ, മോളെ എനിക്ക് ഇതെല്ലാം അറിയാം, ഇതൊക്കെ ഞാൻ എന്നോ ചമച്ചു വെച്ചതാണ്, വരൂ എന്ന് പറഞ്ഞ് സീതയെ ആശ്രമത്തിൽ കൊണ്ടുപോയി ഋഷികകളെ ഏൽപ്പിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഈ ചരിതം ഈ കുഞ്ഞുങ്ങളെ കുശലവന്മാരെ അഥവാ ലവകുശന്മാരെ പഠിപ്പിച്ചു. അവരതെല്ലാം രാമന്റെ അശ്വമേധം നടക്കുമ്പോൾ ഒരു ദിവസം 20 സർഗം വീതം ചൊല്ലണം, അങ്ങനെ അത് 32 ദിവസം ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അശ്വമേധയാഗത്തിൽ ഈ ചരിതം പറഞ്ഞ് ദശരഥനെ, അയോധ്യയെ, മന്ത്രിമാരെ എല്ലാം വർണ്ണിച്ചതിന് ശേഷം ദശരഥന് മക്കളില്ല എന്നും മക്കൾ ഉണ്ടാകാൻ അദ്ദേഹം അന്നത്തെ കാലത്ത് യജ്ഞം ചെയ്തു. യജ്ഞത്തിലൂടെ മാത്രമാണ് അന്ന് എല്ലാ ഫലവും സിദ്ധിച്ചിരുന്നുള്ളൂ. യജ്ഞത്തിന് പ്രാമുഖ്യമുള്ളത് കൊണ്ട് ആ കാലത്തിന്റെ പേര് ത്രേത. ത്രേത എന്ന് പറഞ്ഞാൽ യജ്ഞം, യാഗം. യജ്ഞത്തിലും യാഗത്തിലും 3 തരം അഗ്നി കൊളുത്തും. അതിലൊന്നാണ് ത്രേതാഗ്നി. ഈ ത്രേതാഗ്നിയിലൂടെ ഒരു സമൂഹം വികസിച്ചിരുന്ന കാലം. അന്ന് എന്ത് നേടാനും യജ്ഞം മാത്രമേ ഉള്ളൂ, യാഗം മാത്രം. ഇന്ന് പല വഴിയില്ലേ നമുക്ക്? അന്നത്തെ വഴികൾ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ശക്തി സമ്പാദിക്കണം. രാവണൻ തിരഞ്ഞെടുത്ത എന്താ? തപസ് അല്ലേ? രാവണൻ തിരഞ്ഞെടുത്തതും തപസ്സാണ്. എനിക്ക് അജയ്യനായിരിക്കണം. അതിന് നികുംഭിലയിൽ പോയി ഇന്ദ്രജിത്ത് ചെയ്തത് എന്താ? യാഗം, യജ്ഞം. അത്രയല്ലേ ഉള്ളൂ. രാമൻ, ഋഷിമാർ, മക്കളുണ്ടാകാൻ അതിന് അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ 4 മക്കൾ ജനിക്കുന്നു. ആ മക്കൾ വളരുന്നു. അവരെ വൈയക്തികമായ അവർക്ക് വേണ്ട സർവഗുണങ്ങളും അച്ഛനമ്മമാര്, ആചാര്യന്മാരിലൂടെ കൊടുത്തു. അതാണ് രാമന്റെ 12 വയസ്സ് വരെ. 12 വയസ്സ് വരെ അവന്റെ വൈയക്തിക വികാസമാണ് ശ്രദ്ധിച്ചിരുന്നത്. ശരീര സംബന്ധിയായി അവൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, നമ്മുടെ മക്കൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം, ഇത് പഠിപ്പിച്ചു. ഏറ്റെടുക്കേണ്ട ധർമ്മം ക്ഷാത്രമാണ്. അതുകൊണ്ട് ധനുർവേദം പഠിക്കണം, സാമാന്യം വേദ സംരക്ഷണം ചെയ്യണം, യജ്ഞം, യാഗം ഇതറിയണം, ഉപനയനം ചെയ്യണം, യാഗയജ്ഞങ്ങളെ മുഴുവൻ സംരക്ഷിക്കണം, സമൂഹത്തിന് വേണ്ടി ഓരോ കാര്യം. ഈ യാഗം യജ്ഞവും നടത്തുന്ന ക്ഷത്രിയനാണ് കേട്ടോ. അതുകൊണ്ട് അദ്ദേഹം അവിടെ കുതിരയെ കൊല്ലും, എല്ലാത്തിനും കൊല്ലും. ഇത് ബ്രാഹ്മണനല്ല. നിങ്ങളുടെ യജ്ഞത്തിൽ പശുവിനെ കൊന്നില്ലേ? ഈ പശു എന്ന് പറഞ്ഞാൽ മൃഗം, മാൻ എന്ന് പറഞ്ഞാൽ മൃഗം. ഈ അർത്ഥത്തിലാണ് അന്നത്തെ കാലത്തൊക്കെ ഉപയോഗിക്കണത്. ആ 2 അക്ഷരം വെട്ടിയെടുത്ത് വരരുത്. മാത്രമല്ല, ഇത് നടത്തുന്നതാരാ? ക്ഷത്രിയനാണ്. ക്ഷത്രിയനാണ് ഈ യജ്ഞങ്ങളൊക്കെ നടത്തുക. യജ്ഞം നടത്താൻ നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വിളിക്കുമ്പോൾ ഈ വിധി അനുസരിച്ച് യജ്ഞം നടത്തണം. അത് അശ്വമേധം വേണോ? ഇത് ബ്രാഹ്മണനല്ല തീരുമാനിക്കുക, അല്ല.
അത് തീരുമാനിക്കുന്നത് ക്ഷത്രിയനാണ്. അവന്റെ വീര്യത്തിനനുസരിച്ച് എത്രത്തോളം വേണോ അതൊക്കെ അവൻ ചെയ്യും. ക്ഷാത്രവീര്യമാണ് അവിടെയുള്ളത് രജോഗുണമാണ്, അവിടെയുള്ളത് സത്വഗുണമല്ല. അതുകൊണ്ട് നമ്മുടെ യജ്ഞങ്ങളിൽ അതിനെ കൊന്നു ഇതിനെ കൊന്നു ഒരു കുഴപ്പമില്ല. പിന്നെ സ്വർഗം, നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ സ്വർഗത്തെ പറ്റി പറയുന്നത് ആരോട്? ക്ഷത്രിയനോടാണ്. കാരണം അവന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കണമെങ്കിൽ, യുദ്ധം ചെയ്യണമെങ്കിൽ അവന് ചില ലോകങ്ങൾ കിട്ടുമെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളെ A+ മേടിക്കാൻ നമ്മൾ എന്തൊക്കെ ഓഫറാ കൊടുക്കണം? ഇത്രയേ ഉള്ളൂ. അത് മാത്രം വെട്ടിയെടുത്ത് നിങ്ങളും സ്വർഗത്തെ പറ്റി പറഞ്ഞു, നിങ്ങളുടെ അവിടെ ഈ ഹൂറിമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചെന്ന അപ്സരസുകളെ കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് മഹാഭാരതത്തിൽ ഒരു പേജും വെട്ടിയെടുത്ത് വന്ന ഇത് കഷ്ടന്നേ പറയാനുള്ളൂ. ഇത് ക്ഷത്രിയനോട് മാത്രം പറയുന്നതാ. ഇത് ബ്രാഹ്മണനോടോ വൈശ്യനോടോ ശൂദ്രനോടോ ഒന്നും പറയുന്നതല്ല. ഇത് പറയുന്നത് അവന്റെ കർത്തവ്യത്തിൽ ഒരിക്കലും പിന്തിരിയാതെ അവന്റെ കർമ്മം ചെയ്യണം. ഈ കർമ്മം ചെയ്യുവാൻ വേണ്ടി അവനെ പ്രേരിപ്പിക്കുന്നതാണ്. ശരി, അങ്ങനെ ഈ തപസ്, യജ്ഞം ഇതൊക്കെ ചെയ്യണം. അങ്ങനെ രാമന് 12 വയസ്സ് വരെ രാമനിൽ വൈയക്തിക വ്യക്തിത്വവും ശുദ്ധതയും ഒക്കെ ഉണ്ടാക്കി. വ്യക്തിപരമായി എന്തൊക്കെ ശുദ്ധത വേണം? കുളിക്കുക, അത് പഠിപ്പിച്ചു. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ ഇതൊക്കെ കേട്ടാലും നമ്മൾ നമ്മുടെ മക്കളെ 2 നേരം കുളിപ്പിക്കും? മക്കള് പോട്ടെ, നമ്മൾ കുളിക്കും. പിന്നെ ഈ ഗ്രന്ഥം കേട്ടത് എന്തു കാര്യവും? ഇതാണ് ശരിയുടെ വഴി, സത്യത്തിന്റെ വഴി, ഇതാണ് വേണ്ടത്. 2 നേരം കുളിക്കണം. രാമനിൽ ഒരു രാമൻ ജനിക്കുമ്പോൾ തന്നെ ഒരു രാമൻ ഉണ്ടായതല്ല, ഒരു രാമനെ ഉണ്ടാക്കുകയാണ്. രാമായണം മൊത്തം നോക്കൂ. സാധാരണയാ ജനിച്ച ഒരു കുഞ്ഞ്, അച്ഛനമ്മമാരുടെ ചെറിയൊരു ശ്രദ്ധയുണ്ടായിരുന്നു. പക്ഷെ ആ കുഞ്ഞിന് അച്ഛന്റെ സ്വഭാവം എന്തായാലും ഉണ്ടാവും, അമ്മയുടെ സ്വഭാവം ഉണ്ടാവും, സമൂഹത്തിൽ പലതും അവനെ ആകർഷിക്കില്ലേ? അല്ലാണ്ട് രാമനെ മാത്രം ഇങ്ങനെ കിളിയെ കൂട്ടിൽ അടച്ചതുപോലെ നീ വേറെ ഒന്നും കാണാതെ പഠിച്ചവൻ ഓടിപ്പോയത് ഇതിൽ ഋഷ്യശൃംഗന്റെ കഥയും പറയുന്നുണ്ട്. ഒന്നും കാണരുത്, ഒന്നും പറയരുത്, സ്ത്രീയെ കാണരുത്, എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനോടിച്ച് മറ്റൊന്നും കാണരുത്, മൊബൈല് തരില്ല, എന്ത് നീ അത് കണ്ട, നീ അത് കാണും, ഇത് അമ്മയ്ക്ക് അച്ഛനും പേടിയാ. കാരണം അവർക്കറിയാം, എല്ലാ കള്ളത്തരവും അറിയുന്നവർ മാത്രമേ ഈ ഭയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഭയം ഉള്ളത് കൊണ്ട് രാമൻ ഉണ്ടാക്കുകയാണ്. ഒരു കുഞ്ഞ് എങ്ങനെ വേണോ എന്ന് അച്ഛനമ്മമാരുടെ ഉള്ളിൽ ഒരു ചിത്രമെങ്കിലും വേണം. എൻ്റെ കുഞ്ഞ് ഇങ്ങനെയായിരിക്കണം. അതിനനുസരിച്ച് അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതല്ല, അതിനനുസരിച്ചൊരു ജീവിത വ്രതം ഉണ്ടാക്കുകയാണ്. അതിലവന് ആഗ്രഹം ഉണ്ടാകുന്ന തരത്തിൽ വീട്ടിൽ അന്തരീക്ഷം മാറ്റിയെടുക്കുകയാണ്. വീടെന്ന് പറയുന്ന വിദ്യാലയത്തിലൂടെ കുഞ്ഞുങ്ങളിൽ അവർ പോലും അറിയാതെ അവരുടെ സ്വഭാവ വൈചിത്രങ്ങളെ മാറ്റിയെടുക്കുകയാണ്. നീ ഇങ്ങനെയാവണമെന്നല്ല, നിനക്ക് ഇതാ ഇങ്ങനെയാകാൻ ഞങ്ങൾ മാതൃകയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. എന്ത് കുഞ്ഞുങ്ങളാകണോ അത് പാരൻസ് ആയി തീരുകയാണ്. അവൻ ചുറ്റും കാണുന്നത് അച്ഛൻ നാമം ചൊല്ലുന്നു, അമ്മ നാമം ചൊല്ലുന്നു, അച്ഛൻ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു, അമ്മ കുളിക്കുന്നു, അവരെ കുളിക്കാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് പറയും നീയും കുളിക്കണം. ആ കുഞ്ഞു കുളിക്കില്ലേ? ആ വീട്ടിലെല്ലാവരും കുളിക്കണു, ആ കുഞ്ഞു മാത്രം കുളിക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാതൃകയില്ല. ഇന്ന് അത്രയും പ്രശ്നമുള്ളൂ. ഇന്ന് വെറുതെ MDMA, വെറുതെ മൊബൈൽ ഫോൺ, വെറുതെ നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയൽ നിർത്തി. തുടങ്ങൂ. ആരിന്ന് തുടങ്ങണം? അവള് തുടങ്ങട്ടെ. സ്റ്റാർട്ട് വിത്ത് മീ. ആരിന്ന് തുടങ്ങണം? എന്നിൽ നിന്ന്. ഞാൻ കുളിക്കൂ, ഞാൻ ഭജിക്കൂ, ഞാൻ ക്ഷേത്രത്തിൽ വരും. ഞാൻ എന്തിനാ മറ്റുള്ളവരെ നന്നാക്കാൻ പോകുന്നത്? എനിക്ക് നന്നാകണമെന്ന ആഗ്രഹം ഒരാൾക്കുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ നന്നാക്കൽ നിർത്തിയാൽ മതി. ഭാര്യനെ നന്നാക്കല് ഭർത്താവ് എന്ന് നിർത്തണോ അന്ന് ഭർത്താവ് നന്നാവും. ഭർത്താവിനെ നന്നാക്കല് എന്ന് ഭാര്യ നിർത്തണോ അന്ന് ഭാര്യ നന്നാവും. 2 പേരും ചേർന്ന് മക്കളെ നന്നാക്കല് നിർത്തിയാൽ മക്കളും നന്നാവും. കാരണം നമ്മളൊരു ഹോൾസെയിൽ കോൺട്രാക്ട് ഏറ്റെടുത്ത് അന്ന് ഇതൊന്നും നമ്മൾ ചെയ്യില്ല. മൊബൈല് നെഞ്ചിൽ കെട്ടിപ്പിടിച്ചിട്ട് മക്കളോട് പറയണത് മൊബൈൽ എടുത്ത് മാറ്റാൻ. എന്തൊരു കാപ്പട്ടിയാ നോക്കൂ.
കുഞ്ഞുങ്ങൾക്കാണ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഒരു കുഞ്ഞ്, ഞാൻ പറയുന്നത് കേൾക്കുക, മറക്കുക. ഒരു കുഞ്ഞ് ക്ലാസ്സില് ഉച്ച സമയത്ത് ഈ LKG UKG 1ാം ക്ലാസ്സിലൊക്കെ കുഞ്ഞുങ്ങൾ ഉച്ച നേരത്തൊക്കെ ഇത്തിരി കിടന്നോട്ടെ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങള്, പാവങ്ങള്, ഇവർ കാണുന്നതൊക്കെ അനുകരിക്കും. ഒരു കുഞ്ഞുണ്ട് അടുത്ത കുഞ്ഞിന്റെ മേല് കയറി കിടക്കുകയാണ്. അപ്പൊ ഈ കുഞ്ഞാനെ കിടക്കുമ്പോൾ ടീച്ചർ താഴെ ഇറങ്ങി കിടക്ക്, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മേല് കയറി കിടക്കും. അപ്പോ ആ കിടന്നത് ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ മേലാ കയറി കിടന്നത്. UKG-കാരല്ലേ, മാറിക്കിടക്ക്, വീണ്ടും കയറി കിടന്നു. ഈ കുഞ്ഞ് എല്ലാ ദിവസവും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിന്റെ വിചാരം ഒരു പെൺകുട്ടി അടുത്തുണ്ടെങ്കിൽ ഞാൻ മേലെ കയറി കിടക്കണം എന്നതാണ്. ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈശ്വരൻ വന്നാൽ ഈ കുഞ്ഞ് രക്ഷപ്പെടുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? രക്ഷപ്പെടില്ല. എവിടെയാണ് നമ്മുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇന്നത്തെ പല കുഞ്ഞുങ്ങൾക്കും, അത് പണ്ടുണ്ട്, ഇന്നുണ്ട്, എന്നും ഉണ്ടാവും, പക്ഷെ പെർസെൻറ്റേജ് വർദ്ധിക്കുന്നു, ഇത്രയും അധികം ഫ്രസ്ട്രേഷൻ? എന്ത് ഫ്രസ്ട്രേഷൻ? എല്ലാവർക്കും മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത്? നമ്മൾ നല്ലപോലെ ആലോചിക്കണം. നമ്മൾ അമ്മയും അച്ഛനുമാണ്, ഭാര്യയും ഭർത്താവും ഒന്നുമല്ല. അതൊക്കെ മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ്. അതുവരെ എങ്ങനെ വേണി ജീവിച്ചോളൂ. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പെരുമാറ്റവും, വാക്കും, നോട്ടവും, ശബ്ദവും, അതിൻ്റെ മോഡുലേഷനും ഒക്കെ കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കും. അതേ കുഞ്ഞുങ്ങൾ ശ്വാസം, ഒരു പ്രത്യേക ശബ്ദം ക്ലാസ്സിൽ ഉണ്ടാക്കുന്നത് കേട്ടിട്ടാണ് ടീച്ചർ എന്നെ നാണം വന്ന് പാരൻസിനെ വിളിച്ചു. കുഞ്ഞുങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ബുദ്ധിയില്ലാത്തവരല്ല, പുതിയ കാലത്തിലെ കുഞ്ഞുങ്ങളാണ്. അവരുടെ ശരീരം മൊത്തം, നമ്മൾ വെറുതെ കണ്ണാന്ന് വിചാരിക്കുന്നത്, മൊത്തം അവരുടെ ശരീരം മൊത്തം ഉണ്ടല്ലോ ക്യാമറയാണ്. പണ്ട് പാമ്പാണ് നമ്മൾ ചക്ഷുശ്രവണകളസ്ഥമ എന്ന് പറഞ്ഞത്. ഇവരുടെ തൊലി മൊത്തം ക്യാമറയാണ്. CCTV, അവരുടെ ശരീരം മൊത്തം CCTV ആണ്. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തണത് നമ്മൾ എത്ര ശ്രദ്ധിക്കണം. നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മൊത്തത്തിൽ മാറിപ്പോവും. മാത്രമല്ല, നമുക്ക് ഈ പരാനുകരണം കൊണ്ട് മുതിർന്നവർക്കൊരു പ്രശ്നം പറ്റി. എങ്ങനെയാണെന്നറിയില്ല, നമ്മുടെ സനാതന ധർമ്മം വികസിക്കണമെങ്കിൽ എല്ലാവരും വൈകുന്നേരം വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, ശരിയല്ലേ? പക്ഷെ ഇവിടെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളും വേണോ? ഇതാണ് ചോദ്യം. മനസ്സിലായില്ല? നമ്മുടെ സാധാരണ വീട്ടിലെ തീന്മേശകളാണ് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും നാളത്തെ പ്ലാനിങ്ങും പിന്നത്തെ പ്ലാനിങ്ങും ഒക്കെ നടത്തുന്ന ഒരു കേന്ദ്രം. നമ്മുടെ ഭാര്യ ഭർത്താവിനോട് ഒന്ന് നേരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇടവേള ഭക്ഷണം കഴിക്കുമ്പോഴാണ്. പല വിശേഷങ്ങൾ, നാട്ടിലെ വിശേഷങ്ങൾ, ആ നേരത്ത് കരയലുണ്ട്, ദേഷ്യപ്പെടലുണ്ട്, പാത്രം എടുത്ത് എറിയലുണ്ട്, കസേരയൊക്കെ അടിച്ച് തെറിപ്പിച്ച് എഴുന്നേറ്റ് പോക്കുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇതൊക്കെ 5, 6, 7, 8, 10 വയസ്സുള്ള കുട്ടികൾ കേൾക്കണം. വേണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയുണ്ട്. ചെറിയ കുട്ടികൾ, അതായത് ഒരു 7, 8, 9 വയസ്സ് വരെ, ഒരു 8 വയസ്സ് വരെയെങ്കിലും കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്ത് അവരെ കിടത്തി ഉറക്കുക, എന്നിട്ട് മുതിർന്നവർ ഭക്ഷണം കഴിക്കുക. അന്ന് അമ്മയ്ക്ക് ഈ ശ്രദ്ധയുണ്ടായിരുന്നു, ഇന്ന് മമ്മിക്ക് അതില്ല. അമ്മയുണ്ടെങ്കിൽ അമ്മ കുശാഗ്രബുദ്ധിയാണ് അമ്മയ്ക്ക്. കാരണം ഈ ഒരുമിച്ചിരിക്കും. മാത്രമല്ല, മുതിർന്നവർക്ക് കഴിക്കേണ്ട ഭക്ഷണമാണോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്? മുതിർന്നവർക്ക് കുറച്ച് എരിയും ഒത്തിരി പുളിയും ഉപ്പും അതൊക്കെ വേണം. കാരണം അങ്ങനത്തെ പണിയല്ലേ നമ്മൾ എടുക്കണത്. അതെ, കുട്ടികൾക്ക് വേണം. അപ്പൊ അച്ഛനിത് കഴിക്കുമ്പോൾ കുഞ്ഞുണ്ടല്ലോ ഈ വെള്ളമിറക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പാവട്ടോ, അതിന് കൊടുക്കൂ, അതിന് ഇഷ്ടം. 3 വയസ്സുകാരിയുടെ വായിലേക്ക് മാംസം വെച്ച് കൊടുക്കുകയാണ്. മാംസം കഴിക്കണ്ടെന്നല്ല ഈ പറഞ്ഞത്. നമ്മൾ എന്തിനാ ഈ കുഞ്ഞിനെ കൊതിപ്പിച്ച് അതിനെ കൊണ്ട് ആ വെള്ളമൊക്കെ ഇതിനെ ഒലിച്ച് നമ്മൾ കൊടുത്ത് ആ രസത്തിൽ ഇത് പഠിപ്പിച്ച്
നമ്മൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇത് കഴിക്കേണ്ടതാണ്? ഒരിക്കലും അല്ല. ഈ കുഞ്ഞിന് ഒരു 10-12 വയസ്സായി, എനിക്ക് ഈ ഭക്ഷണം വേണോ അമ്മ, തീർച്ചയായും കൊടുക്കണം. അവൻ സ്വയം ഒരു കാര്യത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള വകതിരിവുണ്ടാവുന്ന സമയത്ത്. പക്ഷെ ഇതോ 2.5 വയസ്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വായിൽ വെച്ചു, അതെ ചിക്കൻ ഉണ്ടെങ്കിലേ കഴിക്കൂ. ഇത് കുഞ്ഞിപ്പോ ഏതാണ്ട് 2 കിലോ കോഴി മേടിച്ചു കൊണ്ടുവന്ന പോലെ ഈ പറച്ചില് കേട്ടാല് നമ്മൾ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നിടത്ത് ഈ കുഞ്ഞിനെ ആ ഡൈനിങ് ടേബിളിലാണ്ട് കൊണ്ടിരുത്തും. ഇതൊക്കെ കണ്ട് 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 കള്ളം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. നമ്മുടെ പാരമ്പര്യത്തിൽ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായാൽ അവരാണ് രാജാവ്. രാജവൽ പഞ്ചവർഷാണി. ഈ കുഞ്ഞുങ്ങൾ രാജാവായതുകൊണ്ട് അവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കണം, വേഗം കിടത്തി ഉറക്കണം. പരമാവധി കുഞ്ഞുങ്ങൾ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ സുഖമായി ഒരു 8 വയസ്സ് വരെ കിടന്നുറങ്ങണം അവര്. നമ്മളോ 12 മണിക്ക് ഭക്ഷണം കഴിക്കൂ, ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പളേ കൊടുക്കുള്ളൂ. എന്നിട്ട് രാവിലെയൊക്കെ ഇതിനെ വിളിച്ചു എഴുന്നേറ്റ് അതിന്റെ ഉറക്കത്തോടു കൂടി എടുത്ത് വെള്ളത്തിൽ മുക്കിയാണ് ഇതിനൊന്ന് സ്കൂളിൽ വിടുന്നത്. അമ്മയുണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ ഇതിന് മാറ്റം വരും. കാരണം അമ്മയ്ക്കറിയാം എൻ്റെ കുഞ്ഞിന്റെ ഓരോ മാറ്റവും അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ കാലത്തിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകാൻ ഒരു 10 വയസ്സാണെങ്കിൽ 10 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങളും നമ്മളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടത്, കുഞ്ഞുങ്ങളല്ല. കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കാരണം നമ്മൾ കഴിക്കുന്ന രീതിയും നമ്മുടെ സംഭാഷണങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. ശരി, രാമനെ ഉണ്ടാക്കണം. രാമനെ എങ്ങനെ ഉണ്ടാക്കണം? അതിനുള്ള ഒരു ചർച്ച ആരണ്യകാണ്ഡത്തിൽ നടക്കുന്നുണ്ട്. ആരണ്യകാണ്ഡത്തിൽ ഇനി ഈ ഭാരതവർഷത്തിന്റെ മുഴുവൻ വികാസത്തിനും ദൃഢതയ്ക്കും ഒരു നല്ല ഭരണാധികാരി വേണം. അതാര് തീരുമാനിക്കണം? കാവി വസ്ത്രധാരികളെല്ലാം കൂടി വനത്തിലിരുന്ന് ചർച്ച ചെയ്യാണ്. നമുക്കൊരു രക്ഷാപുരുഷൻ വേണം. നമ്മൾ ഇന്ന് നേരിടുന്ന യജ്ഞങ്ങളും യാഗങ്ങളും അന്നത്തെ കാലത്ത് സമൂഹത്തെ ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഈ കർത്തവ്യങ്ങളെ വെല്ലുവിളിക്കുന്നത് രാവണനാണ് എന്ന് പറഞ്ഞാൽ, യജ്ഞത്തിനും യാഗത്തിനും സനാതന മൂല്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നത് രാവണനാണ്. രാവണൻ എന്ന് പറഞ്ഞാൽ ഈ രാക്ഷസൻ എന്നൊന്നും പറഞ്ഞ് വേറെ രൂപമൊന്നും ഉണ്ടാക്കരുത്. നമ്മുടെ അതേ സ്വഭാവം. നമ്മുടെ ഇടയിൽ നമുക്കൊക്കെ രാവിലെ ദേവനാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്മളൊക്കെ രാക്ഷസന്മാരാണ്, വൈകുന്നേരം വേറെ രൂപമായിരിക്കും. അങ്ങനെയല്ലേ? രാവിലെ ഭദ്രകാളി, വൈകിട്ട് ലക്ഷ്മി, സരസ്വതി എന്നൊക്കെ പറയണത് പോലെ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത ഭാവങ്ങൾ പോലെ അസുക്കളിൽ ഒരാൾ രമിക്കുക. അസു എന്ന് പറഞ്ഞാൽ ശരീര സംബന്ധിയായി മാത്രം രമിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് അസുരൻ എന്നുള്ളത്. ഈ സ്വഭാവം വർദ്ധിച്ചിരിക്കുന്നവരെയാണ് നമ്മൾ അസുരൻ എന്നൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഇത് ബാലരമ വന്നപ്പോ അതിന് കൊമ്പുണ്ടായി, പല്ലുണ്ടായി, കരിങ്കട്ട പോലെ ശരീരം ഉണ്ടായി, വലിയ മീശ, കൊടുമ്പാള്, അവരട്ടഹസിക്കണം, ചിരിക്കരുത്, പുഞ്ചിരി പാറില്ല, ബീഭത്സഭാവം വേണം. അതാ രൂപത്തിനനുസരിച്ച് ചിത്രം വരച്ചതാ. ചിത്രം ഉള്ളിൽ പതിഞ്ഞപ്പോ ഇനി രാവണൻ എന്ന് കേട്ടാലും നമ്മുടെ ഉള്ളിൽ ആ ചിത്രം വരും. മനുഷ്യനിൽ ഈ ഭാവങ്ങളുണ്ട്. അത്തരക്കാരാണ് കടന്നു കയറി മറ്റുള്ളവന്റെ ജീവിതത്തിൽ കടന്നു കയറുക, മറ്റുള്ളവന്റെ സ്വകാര്യതകളിൽ കടന്നു കയറുക, മറ്റുള്ളവന്റെ സമ്പത്ത് തട്ടിയെടുക്കുക, പൊതുസമൂഹത്തിന്റെ സമ്പത്തും തട്ടിയെടുക്കുക. എല്ലാം എനിക്ക്, എന്റെ സുഖം, എന്റെ പരമ്പര സുഖമായി ജീവിക്കാൻ പൊതുസമൂഹത്തെ ചൂഷണം ചെയ്യുന്ന സ്വഭാവത്തിന്റെ പേരാണ് അസുരൻ. അവർ മനുഷ്യര് തന്നെയാണ്, നമ്മുടെ പോലെ തന്നെ വിചാരവികാരങ്ങൾ ഉള്ളവർ. പക്ഷെ അവർ അന്യനെ അവഹേളിക്കാൻ മിടുക്കന്മാരാണ്. അന്യന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറും. അന്യൻ ഇതൊന്നും പാടില്ല, ഞങ്ങൾ എന്തും ചെയ്യും, മിണ്ടാൻ പാടില്ല. മിണ്ടിയാൽ പല പല പ്രത്യേക വകുപ്പുകളൊക്കെ ഉണ്ടാക്കും. ആ വകുപ്പുകൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കേണ്ടി വരും. നോക്കൂ, നമ്മുടെ നാട്ടിൽ അത് രാമായണ കാലത്തുണ്ട്. അപ്പോൾ ഒരു രക്ഷാപുരുഷനെ വേണം. ആ രക്ഷാപുരുഷനോ ഈ നിരന്തരമായ ഈ അതിർത്തി കടന്നു വന്ന് ഗ്രാമങ്ങൾ നശിപ്പിച്ചവനാണ് അവൻ. അതിർത്തി കടന്നു വന്നവനാണ്. അതിന് ബലമുള്ള മനുഷ്യൻ വേണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം? 12 വയസ്സ് മുതൽ ശ്രീരാമചന്ദ്രനെ രാമനാക്കാൻ, രാമന്റെ ജീവിതത്തിൽ ആ 10 ദിവസമാണ്. അതൊരു ഋഷി പദ്ധതിയാണ്. അവരാണ് സിലബസ് തയ്യാറാക്കിയത്.
അവരാണ് ഏത് വഴിക്ക് രാമനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത്. അതിലൊന്നാണ്, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഒരു 11 വയസ്സ് 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ എല്ലാവരും ചേർന്ന് ചെയ്യേണ്ട ഒരു പരിവർത്തനമാണ് രാമന്റെ 10 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം. അത് നേരത്തെ തീരുമാനിച്ചതാണ്. ഈ സിലബസ് അവർ കാട്ടിലിരുന്ന് തീരുമാനിച്ചതാണ്. അതിന്റെ പ്രതിനിധിയായിരുന്നു വിശ്വാമിത്രൻ. ഋഷിമാര് രാമനോട് ഖരദൂഷണ ത്രിശിരസ്സുകളെ വധിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾ എല്ലാവരും എടുത്ത തീരുമാനപ്രകാരമാണ് വിശ്വാമിത്രൻ അവിടെ വന്നതും അങ്ങയെ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോയതും കാടിനെ ആദ്യത്തിലൊന്ന് പരിചയപ്പെടുത്തി പറഞ്ഞയച്ചതും വിവാഹം കഴിപ്പിച്ചതും ഞങ്ങളുടെ തീരുമാനമാണ്. കാരണം അങ്ങ് ഇനിയും ഇവിടേക്ക് വരുമ്പോൾ അങ്ങയ്ക്ക് ഒരു അപരിചിതത്വം ഉണ്ടാകരുത്. ജീവിതത്തിന്റെ അനുകൂല സാഹചര്യങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നേരിടാൻ പറ്റുന്ന തരത്തിൽ ഒന്നില്ലെങ്കിൽ സ്വയം തയ്യാറെടുക്കുക, അല്ലെങ്കിൽ മക്കളെ ശരിയാക്കിയെടുക്കുക. ആ ട്രെയിനിങ് ഭാവിയിൽ വേണ്ട രാമനെ കുട്ടിക്കാലത്തുണ്ടാക്കുകയാണ്. അതാണ് ആദ്യത്തെ ദിവസം നടത്തിക്കൊണ്ടു പോണു. കൗസല്യ സുപ്രജ നമ്മൾ 2 വർഷമായിട്ട് കേട്ടതാണ്. ആ ഉണർത്തുപാട്ട് രാമനിൽ ദേവകാര്യം ചെയ്യാൻ രാമനെ പഠിപ്പിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ പഠിപ്പിക്കുന്നു. നാമം ജപിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. നാമജപത്തിന്റെ ആവശ്യകത പറഞ്ഞ്, അല്ലാണ്ട് വെറുതെ അങ്ങ് പറയല്ല, ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ മന്ത്രത്തിന്റെ തത്വം പറഞ്ഞ് മനസ്സിലാക്കുന്നു. ബല അതിബല അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ മന്ത്രം 13 ഗുണം ബല അതിബലയിൽ നിന്നുണ്ട്. ഈ മന്ത്രങ്ങളൊക്കെ രാമനെ ഇരുത്തി ജപിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കൂ. അല്ലാതെ സ്വിച്ചിട്ട് ബൾബ് കത്തിയ പോലെ മന്ത്രമോദി രാമനിൽ. നമ്മൾ പണ്ട് ജെയിൻ മാൻഡ്രക്കോ അങ്ങനത്തെ ചില സീരിയലൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ഒരു ശക്തി വന്ന് കയറി രാമൻ അങ്ങനെ വലിയ അതൊന്നുമില്ല. ജപിക്കൂ രാമ. ഈ ബലയും അതിബലയും രാമൻ ജപിക്കുകയാണ്. ജപിച്ച് ഈ പ്രകൃതിയിലെ സൂക്ഷ്മ ശക്തികളെ തന്നിലേക്ക് ആവാഹിക്കാൻ പറ്റുന്ന ഉപാസന രഹസ്യങ്ങളെല്ലാം രാമന് പ്രദാനം ചെയ്യാണ്. ശ്രദ്ധിക്കണേ. ഇതും ചൊല്ലി അതിൽ നിന്നൊരു സിദ്ധി ഉണ്ടാവും.